രാമപുരം നാലമ്പലങ്ങളിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി കർക്കിടകം 1 മുതൽ നാലമ്പല ദർശനം ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ പാലാ മീഡിയ ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കർക്കിടക മാസത്തിന്റെ പുണ്യനാളുകളിൽ ശ്രീരാമ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ദർശനം നടത്തുന്ന പൂർവികാചാരമാണ് നാലമ്പല ദർശനം എന്ന പേരിൽ പ്രശസ്തമായിട്ടുള്ളത്. നാലമ്പല ദർശനം ഒരേ ദിവസം ഉച്ചപൂജയ്ക്ക് മുൻപ് പൂർത്തിയാക്കുന്നത് ഏറ്റവും ഉത്തമമാണ് എന്നുള്ള വിശ്വാസമാണ് കോട്ടയം ജില്ലയിലെ രാമപുരത്തെ നാലമ്പല ദർശനത്തിന് പ്രാധാന്യമേറുവാൻ കാരണം. ക്ഷേത്രങ്ങൾ തമ്മിലുള്ള ദൂരം ഏതാണ്ട് 3 കിലോമീറ്റർ മാത്രമായതിനാൽ ചുരുങ്ങിയ സമയം കൊണ്ട് ആചാരവിധി അനുസരിച്ച് ഉച്ചപൂജയ്ക്ക് മുമ്പ് ദർശനം നടത്തുവാൻ ഇവിടെ സാധിക്കും. കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ മറ്റൊരിടത്തും ഈ സൗകര്യം ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ ഇവിടുത്തെ നാലമ്പലത്തിന് പ്രസക്തിയേറുന്നുവെന്ന് ഭാരവാഹികൾ പാലാ മീഡിയ ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വൈഷ്ണവാവതാരങ്ങളായ ശ്രീരാമ ലക്ഷ്മണ ഭരതശത്രുഘ്നന്മാരുടെ ക്ഷേത്രങ്ങളാണ് നാലമ്പലങ്ങൾ. കേരളത്തിൽ പല സ്ഥലങ്ങളിലും നാലമ്പലങ്ങളുണ്ടെങ്കിലും കോട്ടയം ജില്ലയിലെ രാമപുരത്ത് 3 കിലോമീറ്റർ ദൂരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീരാമ ലക്ഷ്മണ ഭരതശത്രുഘ്നന്മാരുടെ ക്ഷേത്രങ്ങളാണ്. രാമപുരത്ത് ശ്രീരാമനും കുടപ്പുലത്ത് ലക്ഷ്മണനും അമനകര ഭരതനും മേദിനിയിൽ ശത്രുഘ്ന സ്വാമിയും കുടികൊള്ളുന്നു. ഈ ക്ഷേത്രങ്ങൾ തമ്മിലുള്ള ദൂരം ഏറ്റവും കുറവാണ് എന്നതുകൊണ്ട് ഈ ക്ഷേത്രങ്ങളിലെ നാലമ്പല ദർശനത്തിന് ഇന്ന് ഭക്തജനങ്ങൾക്ക് ഏറ്റവും സൗകര്യപ്രദമാണ്. 2 മണിക്കൂർ കൊണ്ട് ഈ 4 ക്ഷേത്രങ്ങളും ദർശനം ചെയ്ത് വരുവാൻ ഉള്ള സൗകര്യമുണ്ട്. തിരക്ക് കുറവുള്ള സമയങ്ങളിലാണ് ഈ 2 മണിക്കൂർ. കൂടുതൽ ഭക്തജനങ്ങളുള്ളപ്പോൾ അവരുടെ ദർശനത്തിനുള്ള സമയം കുറച്ച് കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. എങ്കിലും എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും നാലമ്പല ദർശന കമ്മിറ്റി അവിടെ ഒരുക്കിയിട്ടുണ്ട്. രാമനാമത്തിൽ അറിയപ്പെടുന്ന രാമപുരത്തെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും തുടർന്ന് കൂടപ്പുലം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലും അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രത്തിലും മേദിനി ശത്രുഘ്ന സ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തിയ ശേഷം വീണ്ടും ശ്രീരാമസ്വാമിയെ ദർശനം നടത്തുന്നതോടെ നാലമ്പല ദർശനം പൂർണ്ണമാകുന്നു. ക്ഷേത്ര ആരാധനയിലെ പ്രദക്ഷിണ തത്വം അനുസരിച്ചുള്ള മതിൽക്കെട്ടിനുള്ളിലെ പ്രദക്ഷിണത്തിന്റെ 6 ഇരട്ടി ഗുണം ചെയ്യുന്ന ക്ഷേത്ര ഗ്രാമ പ്രദക്ഷിണം നടത്തുന്നതിനുള്ള അവസരവും ഇവിടെ ലഭിക്കുന്നു. രാമായണ മാസ കർക്കിടക മാസത്തിൽ നാലമ്പല ദർശനം നടത്തുന്നത് ഉദ്ദിഷ്ട കാര്യത്തിനും മുജന്മദോഷ പരിഹാരത്തിനും ദുരിത നിവാരണത്തിനും സന്താനലബ്ധിക്കും അത്യുത്തമമെന്നാണ് വിശ്വാസം. ഋഷിശ്രേഷ്ഠന്മാരാൽ പ്രതിഷ്ഠയുള്ള 4 ക്ഷേത്രങ്ങളിലും വൈകുണ്ഠവാസിയായ ഭഗവാന്റെ വിശ്വരൂപം കാണിക്കുന്ന സമാനതകളുള്ള പ്രതിഷ്ഠകളാണുള്ളത്. കൂടാതെ നിർമ്മാണത്തിലും ആചാരാനുഷ്ഠാനങ്ങളിലും സമാനതകൾ ഏറെയാണ്. 4 ക്ഷേത്രങ്ങൾക്കും സമീപത്തായി ഉഗ്രമൂർത്തിയായ ഭദ്രകാളി ക്ഷേത്രങ്ങളും ശ്രീരാമക്ഷേത്രത്തിനോടനുബന്ധിച്ച് ഭക്ത ഹനുമാന്റെ ക്ഷേത്രവും ഉണ്ടെന്നുള്ളതും പ്രത്യേകതയാണ്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടുത്തെ പ്രധാന വഴിപാടുകളിലും സവിശേഷതയുണ്ട്. ശ്രീരാമസ്വാമിക്ക് അമ്പും വില്ലും സമർപ്പണം, ശ്രീ ലക്ഷ്മണസ്വാമിക്ക് ചതുർബാഹു സമർപ്പണം, ഭരതസ്വാമിക്ക് ശംഖ് സമർപ്പണം, ശംഖുപൂജ, ശ്രീ ശത്രുഘ്നസ്വാമിക്ക് ശ്രീചക്ര സമർപ്പണം എന്നിവയാണ്. പൂർണ്ണമായും ഗ്രാമീണ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പുണ്യപുരാതന ക്ഷേത്രങ്ങളിൽ ഭക്തജനങ്ങളുടെ തിരക്ക് കണക്കാക്കി തീർത്ഥാടകർക്ക് സൗകര്യം ഒരുക്കുന്നതിനായി നിർമ്മാണ വികസന പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു. തീർത്ഥാടകർക്ക് മഴ നനയാതെ ക്യൂ നിൽക്കുന്നതിന് പന്തൽ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. വാഹന പാർക്കിങ്ങിന് വിപുലമായ സൗകര്യങ്ങൾ കൂടുതലായി ഒരുക്കിയിട്ടുണ്ട്. ഭക്തജനങ്ങൾക്ക് ആവശ്യമായ ഇൻഫർമേഷൻ സെന്ററുകളും വോളണ്ടിയർമാരുടെ സേവനവും 4 ക്ഷേത്രങ്ങളിലും ഒരുക്കിയിട്ടുണ്ട്. പാലാ മീഡിയ ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ വിഷ്ണു KN, PR രാമൻ നമ്പൂതിരി, V സോമനാഥൻ നായർ, ഉണ്ണികൃഷ്ണ കുമാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. i4A ന്യൂസ് പാലാ.